വോയിസ് ഓഡിയോ അല്ലേ? Visigonitai की जय, दत्ता की जय, गौरांग भक्तवृंद की जय, श्री प्रभुपाद की जय। जय। जय जय श्री चैतन्य जय नित्यानंद, जय जय श्री चैतन्य जय नित्यानंद, जय अद्वैत चंद्र जय गौर भक्त वृंद, जय अद्वैत चंद्र जय गौर भक्त वृंद, जय जय श्री चैतन्य जय नित्यानंद, जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंद, जय द्वैत चंद्र जय गौर भक्त वृंद, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, जय गौरानिताय गौरानिताय, जय गौरानिताय, जय पंजातत्व जय पंजातत्व पंचतत्व, जय गौर भक्तवृंद, जय श्री रूप सनातन भक्त रघुनाथ, श्री जीव गोपाल भक्त दास रघुनाथ, जय जय प्रभुपाद प्रभुपाद, जय जय प्रभुपाद, जय जय गुरुदेव गुरुदेव, जय जय गुरुदेव, नित्य गौर हरि बोल हरि बोल हरि बोल, नित्य गौर हरि बोल। श्री गोविंदाय की जय, गौरांग भक्तवृंद की जय, श्री श्री चैतन्य चरितामृत की जय, श्री गोस्वामीपाद की जय, श्री कृष्णदास कविराज गोस्वामीपाद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, जय गौ प्रेमानंदे हरि हरि बोल। हरे कृष्ण। ॐ ज्ञानतिम्रान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरून् श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सह गणललितान् श्रीविशाखानितांश्च हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छकल्पतरूपस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃതം ആതിരീല അധ്യായം 17, മഹാപ്രഭുവിന്റെ യൗവന കാലത്തിലെ ലീലകൾ. ശ്ലോകം 155, 155.
മലയാളം ട്രാൻസ്ലേഷൻ വായിക്കാൻ മാതാജി റെഡി ആണോ? വായിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ചിലതിന് പേർപ്പട്സും ഉണ്ട്, പേർപ്പട്ടും വായിച്ചോളൂ മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 155. കാജി കഹേ തോമാരെ ചെ വേദ പുരാണ, തായി ചെ അമാർ ശാസ്ത്ര കേ തവ കുരാന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാജി കഹേ തോമാരൈച്ചെ വേദ പുരാണ, തൈച്ചെ അമാര ശാസ്ത്ര കേദാവ കൊറാന. വേർഡ് മീൻ ഹരേ കൃഷ്ണ പ്രഭു, വേർഡ് മീനിങ് വായിക്കണം. മാതാജി വേർഡ് മീനിങ്ങും ട്രാൻസ്ലേഷനും പർപ്പട്ടും വായിച്ചാൽ മതി. താങ്ക് യു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കാജി കഹേ, കാജി മറുപടി പറഞ്ഞു, തൊമാര നിങ്ങളുടെ, ഐച്ചെ അത്രത്തോളം, വേദപുരാണ വേദങ്ങളും പുരാണങ്ങളും, തൈച്ചെ അതുപോലെ, അമാര ഞങ്ങളുടെ ശാസ്ത്രം, കേദാവ വിശുദ്ധ ഗ്രന്ഥം, ഖുറാന ഖുറാൻ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. കാസി മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് വേദങ്ങളെന്നും പുരാണങ്ങളെന്നും വിളിക്കപ്പെടുന്ന ശാസ്ത്രങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് വിശുദ്ധ ഖുറാൻ എന്ന ശാസ്ത്രവുമുണ്ട്. ഭാവാർത്ഥം, ചാന്ദ് കാസി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് ശാസ്ത്രങ്ങളുടെ ബലത്തിൽ സംസാരിക്കാൻ തയ്യാറായി. വൈദിക ശാസ്ത്രപ്രകാരം ഒരുവന് തന്റെ നിലപാടിനെ വേദങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ പിന്തുണയ്ക്കാൻ കഴിയുന്ന പക്ഷം ആ വാദം പരിപൂർണമാണ്. അതുപോലെ മുസ്ലിങ്ങൾ അവരുടെ നിലപാടിനെ ഖുറാനിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ പിന്തുണയ്ക്കുമ്പോൾ അവരുടെ വാദങ്ങളും ആധികാരികമാകുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു പശുക്കളെയും കാളകളെയും കൊല്ലുന്നതിനെ ചോദ്യം ചെയ്തപ്പോൾ ചാന്ദ് ഖാസി തന്റെ ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് വന്നു. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ് കി ജയ്. ജയ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 156. സേയി ശാസ്ത്രേ കഹേ പ്രവൃത്തി നിവൃത്തി മാർഗ വേദ, നിവൃത്തി മാർഗേ ജീവ മാത്ര വധേ നിഷേധ. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ്. സേയ് ശാസ്ത്രേ ശാസ്ത്രത്തിൽ, ഖുറാൻ, കഹേ ജ്ഞാപിക്കുന്നു, പ്രവൃത്തി ആസക്തിയുടെ, നിവൃത്തി മാർഗേ മോക്ഷമാർഗം, ഭേദ വ്യത്യാസം, നിവൃത്തി അനാസക്തിയുടെ, മാർഗേ പാതയിൽ, ജീവമാത്ര ഏത് ജീവസത്തയുടെയും, വധേര വധത്തിന്റെ, നിഷേധ നിരോധനം. വിവർത്തനം ശിലപ്രഭുപാദ് കി ജയ്. ഖുറാൻ പ്രകാരം പുരോഗതിയുടെ 2 മാർഗങ്ങളുണ്ട്. ആസ്വാദനത്തിലുള്ള പ്രവണത വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി മാർഗവും ആസ്വാദനത്തിനുള്ള പ്രവണത കുറയ്ക്കുന്ന നിവർത്തി മാർഗവും. നിവർത്തി മാർഗത്തിൽ മൃഗവധം നിരോധിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 157. പ്രവൃത്തി മാർഗേ ഗോവധ കോരിത്തെ വിധി ഹായ്, ശാസ്ത്ര ആജ്ഞായ വധ കൊയിലെ നാഹി പാപഭയ. വേർഡ് മീനിങ്. പ്രവൃത്തി മാർഗത്തിൽ, ഗോവധം, കരിതെ ചെയ്യുക, വിധി നിയാമക തത്വങ്ങൾ, ഭയ ഉണ്ട്, ശാസ്ത്ര ആജ്ഞായ ശാസ്ത്രത്തിന്റെ ആജ്ഞയാൽ, വധിക്കുക, കൈലേ ചെയ്യുന്ന പക്ഷം, നാഹി ഇല്ല, പാപഭയം. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. പ്രവൃത്തി മാർഗത്തിൽ മക്കളെ വധിക്കുന്നതിന് നിയമങ്ങളുണ്ട്. അത്തരം വധം ശാസ്ത്രത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് നടത്തുന്ന പക്ഷം അതിൽ പാപമില്ല. ഭാവാർത്ഥം, ശാസ്ത്രം എന്ന വാക്ക് ശസ് എന്ന ഭാവാർത്ഥം കുറച്ച് പതുക്കെ ഒന്ന് നിർത്തി വായിച്ചോളൂ കേട്ടോ. ഓക്കെ. ശാസ്ത്രം എന്ന വാക്ക് ശസ് എന്ന ധാതുവിൽ അഥവാ ക്രിയാമൂലത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. നിയന്ത്രണം അഥവാ ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ശസ് ധാതു. ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ആയുധങ്ങളിലൂടെ നടത്തുന്ന ഭരണം ശാസ്ത്രം എന്ന് വിളിക്കപ്പെടുന്നു. അപ്രകാരം എപ്പോഴെല്ലാം ആയുധങ്ങളുടെ അല്ലെങ്കിൽ വിധിവിധാനങ്ങളുടെ ബലത്തിൽ ഭരണം നടത്തപ്പെടുന്നുവോ അതിന്റെയെല്ലാം അടിസ്ഥാന തത്വം ശസ് ധാതുവാണ്. ആയുധങ്ങളിലൂടെയുള്ള ഭരണം, ശാസ്ത്ര വിധികളിലൂടെയുള്ള ഭരണങ്ങളിൽ ഭേദം ശാസ്ത്രമാണ്. നമ്മുടെ വൈദിക ശാസ്ത്രങ്ങൾ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ സംബന്ധിക്കുന്ന
കേവല നിയമഗ്രന്ഥങ്ങളല്ല. ഇവ ഇന്ദ്രിയങ്ങളുടെ അപൂർണതകളാൽ ബാധിതരാകാത്ത മുക്താത്മാക്കളുടെ സത്യപ്രസ്താവനകളാണ്. ശാസ്ത്രം നിശ്ചയമായും എല്ലായ്പ്പോഴും ശരിയായിരിക്കും. ചിലപ്പോൾ ശരിയും ചിലപ്പോൾ തെറ്റുമാകില്ല. വേദശാസ്ത്രങ്ങളിൽ പശുവിനെ ഒരു മാതാവായാണ് വിവരിച്ചിട്ടുള്ളത്. അതിനാൽ അവൾ എക്കാലവും ഒരു മാതാവായിരിക്കും. മുൻ വൈദിക യുഗത്തിൽ അവൾ മാതാവായിരുന്നെന്നും ഈ യുഗത്തിൽ അല്ലെന്നും ചില ധിക്കാരികൾ പറയുന്നത് പോലെയല്ല. ശാസ്ത്രം ആധികാരികമാണെങ്കിൽ പശു എല്ലായ്പ്പോഴും മാതാവാണ്. അവൾ വൈദിക യുഗത്തിൽ മാതാവായിരുന്നു, ഈ യുഗത്തിലും മാതാവാണ്. ശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ പാപപ്രതികരണങ്ങളിൽ നിന്ന് മോചിതനായിരിക്കും. ഉദാഹരണത്തിന്, മാംസം ഭക്ഷിക്കാനും മദ്യപാനം ചെയ്യാനും ലൈംഗികത ആസ്വദിക്കാനുമുള്ള പ്രവണത ബദ്ധാത്മാക്കൾക്ക് സ്വാഭാവികമായും ഉള്ളതാണ്. അത്തരം ആസ്വാദനത്തിന്റെ പാതയെ പ്രവൃത്തി മാർഗമെന്ന് വിളിക്കുന്നു. ശാസ്ത്രം പറയുന്നു, പ്രവൃത്തിർ ഏഷാം ഭൂതാനാം നിവൃത്തിസ് തു മഹാഫല. ബദ്ധജീവിതത്തിന്റെ തെറ്റായ പ്രവണതകളാൽ അപഹരിക്കപ്പെടരുത്. ഒരുവൻ ശാസ്ത്ര നിർദ്ദേശങ്ങളാൽ നയിക്കപ്പെടണം. ദിവസം മുഴുവൻ കളിക്കണമെന്നതാണ് ഒരു കുട്ടിയുടെ മനോഭാവം. പക്ഷേ രക്ഷിതാക്കൾ അവനെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ശ്രദ്ധിക്കണമെന്നത് ശാസ്ത്രാനുശാസനമാണ്. ശാസ്ത്രങ്ങൾ ശരിക്കും മനുഷ്യ സമൂഹത്തിന്റെ വഴികാട്ടിയാണ്. പക്ഷേ ന്യൂനതകളും അപൂർണതകളും ഇല്ലാത്ത ശാസ്ത്രങ്ങളുടെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പരിശോധിക്കുന്നില്ല. അതിനാൽ അവർ ബദ്ധജീവിതത്തിന്റെ ന്യൂനതകൾ നിറഞ്ഞ വിദ്യാസമ്പന്നരെന്ന് പറയപ്പെടുന്ന അധ്യാപകരാലും നേതാക്കളാലും വഴിതെറ്റിക്കപ്പെടുന്നു. ശില പ്രഭുപാദ് കി ജയ്. നമ്മള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാന്ദകാസിയും മഹാപ്രഭുവും തമ്മിലുള്ള സംവാദമാണ്. അപ്പൊ മഹാപ്രഭു ചോദിച്ചു ചാന്ദകാസിയോട്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങള് പശുവിനെയും കാളേനെയും ഒക്കെ കൊല്ലുന്നതെന്ന്. കാള അച്ഛനും പശു അമ്മയുമാണ്. അപ്പൊ എങ്ങനെയാണ്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അച്ഛനെയും അമ്മയും കൊല്ലുന്നതെന്ന് ചാന്ദകാസിയോട് ചോദിച്ചു. അപ്പൊ അതിന് ചാന്ദകാസി നൽകുന്ന മറുപടിയാണ് ഇവിടെ നമ്മള് കണ്ടത്. ഇപ്പൊ ചാന്ദകാസി ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാണ് മഹാപ്രഭുവിന്റെ അടുത്ത്. ആരോടെ അടുത്തൊന്നും ആലോചിക്കണം, മഹാപ്രഭുവിന്റെ അടുത്ത്. ഈ മഹാപ്രഭു ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ ആരായിരുന്നു, നമ്മുടെ സരസ്വതിയുടെ ഭയങ്കര കടാക്ഷമുള്ള ഒരാൾ വന്നിട്ടുണ്ട്, കേശവ കാശ്മീരി അല്ലെ. കേശവ കാശ്മീരി ആയിട്ട് എന്താ പറയാ, ഡിബേറ്റ് ചെയ്ത് ജയിച്ച ആളാണ്. അപ്പോ കേശവ കാശ്മീരി എന്താ പറയാ, ഗംഗയുടെ തീരത്ത് വെച്ചിട്ടാണ് നിമായി പണ്ഡിതനെ കാണുക, അപ്പൊ മഹാപ്രഭുവിനെ കാണുക. അപ്പൊ പറയും, മഹാപ്രഭുവിടെ വയ്ക്കും, എന്തായാലും നമുക്ക് ഡിബേറ്റ് ചെയ്യണല്ലോ, ഉമ്മയിലാവട്ടെ, ഗംഗയെ പറ്റി തന്നെ ആവാം എന്ന് പറഞ്ഞിട്ട് ഗംഗയെ പറ്റിയിട്ട് ആള് അവിടെ നിന്ന് നിൽപ്പില് ഒരു 100 ശ്ലോകങ്ങള് രചിക്കും. അതായത് ആടപ്പ തന്നെ ചൊല്ലുവാണ്. അപ്പോ മഹാപ്രഭു അതെല്ലാം കേട്ട് നിൽക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അത് പറഞ്ഞു തീർന്നതും മഹാപ്രഭു പിന്നെ തുടങ്ങും. അതായത് 1ാമത്തെ ശ്ലോകം മുതൽ 100 ശ്ലോകങ്ങളും മഹാപ്രഭു വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട്, ഇത് എവിടെയും എഴുതി വെച്ചിട്ടില്ല, ഇത് ഈ ഗംഗയെ പറ്റിയുള്ള ശ്ലോകം. അത് ഓൺ ദ സ്പോട്ട് കേശവ കാശ്മീരി ഉണ്ടാക്കിയത്, ജസ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടേ ഉള്ളൂ. മഹാപ്രഭു അതെല്ലാം കേട്ട് വീണ്ടും ഈ 100 ശ്ലോകവും മഹാപ്രഭു റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ശ്ലോകത്തിലെയും തെറ്റുകുറ്റങ്ങള് മഹാപ്രഭു പറഞ്ഞു കൊടുക്കും. അങ്ങനെ എന്താ പറയാ, കേശവ കാശ്മീരിനെല്ലാം വിജയിച്ച്, അതും അദ്ദേഹം ഭയങ്കര എല്ലാ നാട്ടിലും ചെന്ന് അവിടെ എല്ലാം ഉള്ള എല്ലാ പണ്ഡിതന്മാരെയും വാഗ്വാദത്തിലൂടെ തോൽപ്പിച്ച് അവസാനമാണ് നവദ്വീപിലേക്ക് വരുന്നത്. അന്ന് അക്കാലത്ത് നവദ്വീപ് ആയിരുന്നു എല്ലാ എന്താ പറയാ വൈദിക ശാസ്ത്രങ്ങളുടെയും എല്ലാ സയൻസിന്റെയും ടെക്നോളജിയുടെയും എല്ലാം എന്താ പറയാ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവിടെയായിരുന്നു എല്ലാ പണ്ഡിതന്മാരും നവദ്വീപിലായിരുന്നു അന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോ ഇനി അങ്ങനെയുള്ള മഹാപ്രഭുവിനോടാണ് ചാന്ദകാസി ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ചാന്ദകാസി പറയാണ്, ആദ്യം തന്നെ പറഞ്ഞു ചാന്ദകാസി, അതായത് ഞങ്ങള് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ ഗ്രന്ഥത്തില് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതായത്
ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ അതിനെ പറ്റിയും ശാന്തകാശി പറയുന്നുണ്ട് ഇവിടെ. സോറി, വെയിറ്റ്. നിങ്ങളുടെ വേദങ്ങളിലും പുരാണങ്ങളിലും എന്താ പറയാ, വേദങ്ങളും പുരാണങ്ങളും ഉള്ള പോലെ ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതാണ് ഖുറാൻ. ഓക്കെ, ഇനി പറയാണ്, ഞങ്ങളുടെ ഖുറാൻ പ്രകാരം ഞങ്ങൾക്ക് 2 വഴികളിലൂടെ ഞങ്ങൾക്ക് എന്താ പറയാ, അതെന്തായിരുന്നു മാതാജി ആ അഡ്വാൻസ്മെന്റിന്റെ മലയാളം വാക്ക് എന്തായിരുന്നു? 156-ാമത്തെ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ. പുരോഗമനം അല്ലെ, ഉന്നതി. ഹരേ കൃഷ്ണ. അതെ അതെ. ഓക്കെ. അപ്പോ ഈ പുരോഗമനത്തിനും ഉന്നതിക്കും 2 മാർഗങ്ങളുണ്ട്, പ്രവൃത്തി മാർഗവും നിവർത്തി മാർഗവും. അപ്പോ ഇതിന് ഇവിടെ സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അതിന്റെ കമന്ററി കൊടുക്കുന്നുണ്ടായിരുന്നു ഭാഷ്യത്തില്. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ശാരീയത്തും താരിക്കത്തും, ഈ രണ്ടുമാണ് പ്രവൃത്തി മാർഗവും നിവർത്തി മാർഗവും അവരുടെ. ഇപ്പൊ നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും, ശാരിയത്ത് താരിക്കത്ത്. ഈ ശാരിയത്ത് എന്നുള്ള വാക്ക് ഭയങ്കര ഫേമസ് ആണ്. ശാരിയത്ത് നിയമപ്രകാരം, അതായത് അവരുടെ ഖുറാന്റെ ഇസ്ലാമിക നിയമത്തിനെ അവര് ശാരിയത്ത് നിയമം എന്നാ പറയാ. അതായത് അവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രവൃത്തി മാർഗമാണ്. നിവർത്തി മാർഗം അവര് ആരും എന്താ പറയാ, അത് ആർക്കും വലിയ താല്പര്യമില്ല. കാരണം അതില് പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് വളരെ എളുപ്പത്തില് ഇവിടെ തന്നെ ഇരുന്ന് ഭൗതികമായ സുഖങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള എന്താ പറയാ ശാരീരത്ത് വഴിയാണ്, അതായത് പ്രവൃത്തി മാർഗമാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ചാന്തകാശി ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ പറയാണ്, ഞങ്ങൾക്ക് പ്രവൃത്തി മാർഗവും നിവർത്തി മാർഗവും ഉണ്ട്. ഓക്കെ, അപ്പോ അത് പ്രകാരം ഞങ്ങൾക്ക് പ്രവൃത്തി മാർഗം പ്രകാരം ഞങ്ങൾക്ക് കൊല്ലുന്നതിൽ തെറ്റില്ല, അതില് യാതൊരു പാപവും ഇല്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തെ അവരുടെ ശാസ്ത്രത്തെ, അതായത് ഖുറാൻ കോട്ട് ചെയ്തിട്ട് പറയാണ്. ഇത് അതായത് ഇവിടെ ചാന്ദ് കാശി ആരാണെന്നുള്ളത് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ചാന്ദ് കാശി ആരാണെന്ന് അറിയോ ശരിക്കും? ചാന്ദ് കാശി തന്നെ ആരാണ്? പ്രഭു കംസനല്ലേ? യെസ്. അതായത് കൃഷ്ണലീലയില് കംസനാണ് എന്താ പറയാ ചാന്ദ്കാസിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ആക്ച്വലി മഹാപ്രഭുവിന്റെ, അതായത് മഹാപ്രഭു കൃഷ്ണനാണല്ലോ, മഹാപ്രഭുവിന്റെ അങ്കളാണ്, അമ്മാവനാണ് ചാന്ദ്കാശി എന്ന് പറയുന്നത്. ഇനി അത് എന്താ പറയാ, കംസനായതുകൊണ്ട് അങ്കളായതല്ല, ശരിക്കും ചാന്ദ്കാശി മഹാപ്രഭുവിന്റെ അങ്കിള് തന്നെയാണ്. ആക്ച്വലി അവരുടെ റിലേഷൻ പറയണ എങ്ങനെയാന്ന് വെച്ചാൽ, സച്ചിമാതയുടെ അച്ഛൻ നീലാംബര ചക്രവർത്തിയുടെ സഹോദരനാണ് ശരിക്കും ചാന്ദ്കാശി. അക്കാലത്ത് ഹിന്ദുക്കളെ എല്ലാം മതം മാറ്റിയിരുന്നതുകൊണ്ട് എന്താ പറയാ, ഇദ്ദേഹം മതം മാറി. അതുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം ചാന്ദ്കാശി ആയത്. അല്ലെങ്കിൽ ശരിക്കും എന്താ പറയാ മഹാപ്രഭുവിന്റെ അങ്കിളായിട്ട് തന്നെയാണ് വരുന്നത് അദ്ദേഹം. ഓക്കെ, ഇനി അവരുടെ റിലേഷൻ, എറ്റേണൽ റിലേഷൻ വെച്ച് നോക്കുമ്പോഴും കംസനാണ് ചാന്ദ്കാശിയായി വന്നിരിക്കുന്നത്, അങ്ങനെയും അങ്കിളാണ്. അപ്പൊ മഹാപ്രഭു ഈ ചോദിച്ചതിന് എന്താ പറയാ ചാന്ദ്കാശി പറയാണ്, ഇതിനെ പ്രവൃത്തി മാർഗവും നിവർത്തി മാർഗവും ഉണ്ട്. അപ്പൊ പ്രവൃത്തി മാർഗപ്രകാരം അത് കൊല്ലുന്നതിലൊന്നും തെറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം അവര് ചെയ്യുന്ന പ്രവൃത്തിനെ അവര് സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ, ശാസ്ത്രത്തില് അതിന് തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അത് പാപമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ എന്താ പറയാ, ആക്ച്വലി സിദ്ധാന്ത ഠാക്കൂർ ഇതിനെ പറ്റി പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, വളരെ നല്ലൊരു രീതിയിലാണ് ചാന്ദ്കാശി അപ്രോച്ച് ചെയ്തത് മഹാപ്രഭുവിനെ. ഓൾദോ
അവരുടെ ശാസ്ത്ര നിലവാരം നമ്മുടെ വൈദിക ശാസ്ത്രങ്ങളുടെ എന്താ പറയാ 7 ഇലക്കത്തെത്തില്ല. പക്ഷെ എന്നാലും അദ്ദേഹം നല്ലൊരു ബുദ്ധിമാനെ പോലെ അദ്ദേഹം സംസാരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ സിദ്ധാന്ത് ഠാക്കൂർ അതിനൊരു ഉദാഹരണം പറയണെന്ന് വെച്ചാൽ, അതായത് സിദ്ധാന്ത് സരസ്വതി ഠാക്കൂറിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാര് ഡിബേറ്റ് ചെയ്യുമ്പോ അവര് ബ്ലൈൻഡ് ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് അവര് പറയും. പക്ഷെ അതുപോലെയല്ല ചാന്ദകാശി ചെയ്തത്. ചാന്ദകാശി കുറച്ചുകൂടി ബുദ്ധിമാനാണ് എന്നാണ് സിദ്ധാന്ത് ഠാക്കൂർ പറയുന്നത്. അദ്ദേഹം അവരുടെ തന്റെ ശാസ്ത്രം, അതായത് അവരുടെ ശാസ്ത്രമായ ഖുറാൻ കോട്ട് ചെയ്തിട്ടാണ് അവരുടെ അവിടെ ഇവിടെ മഹാപ്രഭുവിനോട് സംസാരിക്കുന്നത്. ഓക്കെ. ഈ നമ്മളിപ്പോ 3 ശ്ലോകല്ലേ വായിച്ചത് മധുജി? 158 വായിക്കണ്ടേ? 158 വായിക്കണം. 158. 157. ഇനി ഈ ശ്ലോകത്തില് ചാന്ദകാസി ഇത്രയൊക്കെ പറഞ്ഞിട്ട്, അതായത് അവര് ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അവര് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. ഇനി അടുത്തതിൽ എന്താ ചാന്ദകാസി ചെയ്യണമെന്ന് വെച്ചാൽ മഹാപ്രഭുവിനെ ചാലഞ്ച് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാ നമുക്ക് നോക്കാം. তোমার বেদেতে আছে গোবতের বাণী, অতএব গোবত করে বড় বড় മുനി. ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം: തൊമാര വേദേതെ, താങ്കളുടെ വേദത്തിൽ, ആച്ചെ ഉണ്ട്, ഗോവധേര ഗോവധത്തിന് വേണ്ടി, വാണി നിരോധനം, അതയേവ അതുകൊണ്ട്, ഗോവധ ഗോവധം, കരേ ചെയ്യുക, ബടബട വളരെ വളരെ, മുനി മുനിമാർ. വിവർത്തനം ബൈ ശിലപ്രഭുപാദ്. ശിലപ്രഭുപാദ് കി ജയ്. ഒരു പണ്ഡിതൻ എന്ന നിലയിൽ കാസി ചൈതന്യ മഹാപ്രഭുവിനെ വെല്ലുവിളിച്ചു. നിങ്ങളുടെ വേദങ്ങളിൽ പശുവിനെ വധിക്കുന്നതിന് അനുശാസനമുണ്ട്. ഈ അനുശാസനത്തിന്റെ ബലത്തിലാണ് മഹാമുനിമാർ ഗോവധമുള്ള യാഗങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചാന്ദകാശി എന്ത് പറഞ്ഞിട്ടാണ് ചാലഞ്ച് ചെയ്തിരിക്കുന്നത് മഹാപ്രഭുവിന്? നിങ്ങളുടെ പുരാണങ്ങളിലും ഗോവധം അറിഞ്ഞിട്ടുണ്ട്. അതായത് പണ്ട് കാലത്ത് വലിയ വലിയ മുനിമാര് എന്താ പറയാ യാഗം ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ബലി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ യാഗത്തിനായിട്ട് യജ്ഞാനുഷ്ഠാനങ്ങൾക്കായിട്ട് അവര് ബലി കൊടുത്തിരുന്നു എന്നാണ് ചാന്ദകാസി ഇവിടെ കോട്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് പറഞ്ഞിട്ട് മഹാപ്രഭുവിനെ ചലഞ്ച് ചെയ്യാണ്. ഇപ്പൊ മഹാപ്രഭു എന്താ പറഞ്ഞത്? അത് തെറ്റാണ്, അത് പാപമാണ്, നിങ്ങൾ എന്നെ എന്ത് ധൈര്യത്തിലാ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഇപ്പൊ എന്താ പറയാ ശാന്തകാശി ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ പുരാണങ്ങളിലും ഇതിലെല്ലാം പറയണ്ടല്ലോ, നിങ്ങള് പണ്ടുള്ള വലിയ വലിയ മുനിമാരും ഋഷിമാരും ഒക്കെ യജ്ഞാനുഷ്ഠാനങ്ങൾക്കായിട്ട് ഗോക്കളെ ബലി കൊടുത്തിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇനി അതിന് മഹാപ്രഭു മറുപടി പറയാണ്. പ്രഭു കഹേ വേദേ കഹേ ഗോവധ നിഷേധ, അതഎവ ഹിന്ദു മാത്ര ന കരേ ഗോവധ. ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം: പ്രഭു കഹേ പ്രഭു പറഞ്ഞു, വേദേ വേദങ്ങളിൽ, കഹേ ആജ്ഞാപിക്കുന്നു, ഗോവധ ഗോവധം, നിഷേധ നിരോധനം, അതയേവ അതുകൊണ്ട്, ഹിന്ദു ഹിന്ദു, മാത്ര മാത്രം, ന അല്ല, കരേ ചെയ്യുക, ഗോവധ ഗോവധം. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ്. ശിലപ്രഭുപാദ് കി ജയ്. കാസിയുടെ പ്രസ്താവനയെ നിഷേധിച്ചുകൊണ്ട് മഹാപ്രഭു മറുപടി പറഞ്ഞു: ഗോക്കൾ വധിക്കപ്പെടരുതെന്ന് വേദങ്ങൾ വ്യക്തമായി ആജ്ഞാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹിന്ദു, അയാൾ ആരായിരുന്നാലും, ഗോവധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുന്നു. ഭാവാർത്ഥം: വേദശാസ്ത്രങ്ങളിൽ മാംസം ഭക്ഷിക്കുന്നവർക്ക് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഒരുവന് മാംസം ഭക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാളിദേവിയുടെ മുന്നിൽ വെച്ച് ഒരാടിനെ വധിച്ച ശേഷം അതിന്റെ മാംസം ഭക്ഷിക്കാം. മാംസം ഭക്ഷിക്കുന്നവർക്ക് ചന്തയിൽ നിന്നോ കശാപ്പുശാലയിൽ നിന്നോ മാംസം വാങ്ങാൻ അനുവാദമില്ല. മാംസം ഭക്ഷിക്കുന്നവരുടെ നാക്കിനെ സംതൃപ്തിപ്പെടുത്തുന്നതിന് കശാപ്പുശാലകൾ നടത്താനും അനുവാദമില്ല. ഗോവധത്തെ പൂർണ്ണമായി വിലക്കിയിട്ടുണ്ട്. പശുവിനെ ഒരു മാതാവായി കണക്കാക്കുന്നതിനാൽ ഗോവധം അനുവദിക്കാൻ വേദങ്ങൾക്ക് എങ്ങനെ കഴിയും? കാസിയുടെ പ്രസ്താവന തെറ്റാണെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ചൂണ്ടിക്കാട്ടി. ഭഗവത്ഗീതയിൽ 18:44 ഗോക്കൾ സംരക്ഷിക്കപ്പെടണമെന്ന് സുവ്യക്തമായ ഒരാജ്ഞയുണ്ട്. കൃഷി ഗോരക്ഷു വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വ്യാപാരവും പശുക്കളുടെ സംരക്ഷണവും വൈശ്യരുടെ ചുമതലയാണ്. അതുകൊണ്ട് വേദശാസ്ത്രങ്ങൾ ഗോവധം അനുവദിക്കുന്ന കൽപ്പനകൾ അടങ്ങിയതാണെന്ന പ്രസ്താവന തെറ്റാണ്. പ്രഭുപാദ് കി ജയ്.
ജയ് ഹരേ കൃഷ്ണ. അപ്പോ മഹാപ്രഭു അതിന് മറുപടി പറയാണ്. അതായത് വേദങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പശുക്കളെ കൊല്ലരുതെന്ന്. അതുകൊണ്ട് ഹിന്ദുക്കളാരും ഉം, ആ, പശുക്കളെ കൊല്ലാനായിട്ട് ആരും മുതിരില്ല. അവരെല്ലാവരും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഗീതയും ഭാഗവതവും ഒക്കെ പഠിക്കുമ്പോൾ നമ്മള് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഹിന്ദു എന്നൊരു മതം ഇല്ല അല്ലെ, നമ്മള് സനാതന ധർമ്മമാണ്. അല്ലെങ്കിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഹിന്ദു മുസ്ലിം എന്നൊന്നും പറഞ്ഞിട്ടല്ല. ചാതുർവർണ്ണ്യമായ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശക, 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളുമാണ് ഭഗവാൻ സൃഷ്ടിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ സാക്ഷാൽ മഹാപ്രഭു തന്നെ പറയുന്നു എന്താണ്, അതേവ ഹിന്ദു മാത്ര നാ കുറെ ഗോവധ, ഹിന്ദുക്കളാരും ഈ ഗോവധം ചെയ്യില്ല എന്ന്. അപ്പോ ഇതെന്തുകൊണ്ടാ മഹാപ്രഭു ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞതെന്ന് അറിയോ ആർക്കെങ്കിലും? ഭാവിയിൽ ഇപ്പൊ നമ്മൾ ആരെങ്കിലും എന്താ പറയാ പ്രീച്ച് ചെയ്യുമ്പോ നമ്മൾ പറയണ ഹിന്ദു മതം എന്നല്ല സനാതന ധർമ്മമാണ് എന്നൊക്കെ പറയുമ്പോ ആരെങ്കിലും ഈ ശ്ലോകം കൂട്ടി ചെയ്തിട്ട് ചോദിക്കാണ്, മഹാപ്രഭു നിങ്ങളുടെ സ്വയം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹിന്ദുക്കള് പശുക്കളെ കൊല്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഐഡിയ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്തുകൊണ്ടാണ് അവിടെ ഹിന്ദു എന്ന് പറഞ്ഞത് മഹാപ്രഭു? ഗംഗാതീരത്തുള്ള അതുകൊണ്ടാണ്. ഇൻഡസ് ഗംഗാ തീരത്ത് ബേസിക്കലി അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാപ്രഭു ഉണ്ടായിരുന്ന ആ സമയത്ത് ഈ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ജാതി അല്ലെങ്കിൽ മത വിവേചനം അക്കാലത്ത് ഉണ്ടായിരുന്നു. കാരണം ആഹ് ഇപ്പൊ നമ്മുടെ നമ്മുടെ ഭാരതഭൂമി നോക്കുകയാണെങ്കിൽ തന്നെ പണ്ട് കാലത്ത് നമ്മുടെ ദ്വാപരയുഗം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സനാതന ധർമ്മമാണ് ഫോളോ ചെയ്തിരുന്നത് അല്ലെ. പക്ഷെ പിന്നീട് കലിയുഗത്തില് മഹാപ്രഭു ഇപ്പൊ ഒരു 500 വർഷങ്ങൾക്ക് മുമ്പല്ലേ വന്നത്. അപ്പൊ അപ്പോഴേക്കും എന്താ പറയാ മുസ്ലിമുകള് ഇൻവേഡ് ചെയ്തിരുന്നു ഇന്ത്യയില്. അപ്പൊ അങ്ങനെയാണ് എന്താ പറയാ മുസ്ലിമുകള് എന്താ പറയാ ഒരുപാടായതും. പിന്നെ എന്താ പറയാ നമ്മുടെ അവിടെ നവദ്വീപിലും പിന്നെ എന്താ പറയാ മധുരയിലും വൃന്ദാവനത്തിലും എല്ലായിടത്തും ജയപ്പൂരും എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും ഇവര് കുറെയൊക്കെ കയ്യേറിയിരുന്നു അവരുടെ എന്താ പറയാ നമ്മുടെ ഭൂമി. അപ്പൊ അങ്ങനെ ഇവൻ അദ്വൈതാചാര്യ മഹാപ്രഭുവിനെ വിളിക്കുന്ന സമയത്ത് അദ്വൈതാചാര്യക്ക് ഭയങ്കര വിഷമം ഉണ്ട്. അതായത് എന്താ പറയാ ഭയങ്കര വിഷമമായിട്ടാണ് അദ്വൈതാചാര്യ ഭഗവാനെ വിളിക്കുന്നത്, മഹാപ്രഭുവിനെ വിളിക്കുന്നത്. ഇപ്പൊ അതില് മെയിൻ കാരണം മായാവാദികളാണ്. മായാവാദികൾ കാരണം എന്താ പറയാ സിദ്ധാന്തത്തെയൊക്കെ അവര് വളച്ചൊടിച്ച് അപസിദ്ധാന്തമാക്കി മാറ്റുന്നു. അതൊന്ന്. പിന്നെ അടുത്തത് മ്ലേച്ഛന്മാര്, അതായത് ഈ മുസ്ലിങ്ങളെല്ലാം വന്നിട്ട് എന്താ പറയാ ഗോഹത്യയും പിന്നെ എന്താ പറയാ ഈ സ്ലോട്ടർ ഹൗസുകളും അതായത് അറവുശാലകളും ഇതെല്ലാം തുറന്ന് എന്താ പറയാ ആ നല്ല പവിത്രമായ ഭൂമിയെ അവര് എന്താ പറയാ ഒരു പാപഭൂമിയാക്കി മാറ്റാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ട് ആ ധർമ്മം എന്താ പറയാ തളർച്ച വളരാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ടാണ് അദ്വൈതാചാര്യർക്ക് വിഷമം വന്നത്. അങ്ങനെയാണ് അദ്വൈതാചാര്യ മഹാപ്രഭുവിനെ വിളിക്കുന്നത്. സിംഹത്തിന്റെ ഗർജനം പോലെ അദ്ദേഹം സിംഹാദ്വൈത എന്നുള്ള ഒരു പേരും അദ്വൈതാചാര്യക്കുണ്ട്. സിംഹത്തെ പോലെ ഗർജിച്ച് ഭഗവാനെ വിളിച്ച ആള് എന്ന്. അപ്പൊ അങ്ങനെ അദ്വൈതാചാര്യ വിളിക്കുന്നതിന് കാരണം ഇത് തന്നെയാണ്. അപ്പോ ഈ ഇപ്പൊ ഇവിടെ ചാന്ദകാസി പറഞ്ഞ കാര്യങ്ങൾക്ക് മഹാപ്രഭു അതിന് തിരിച്ചു മറുപടി കൊടുക്കുന്നത് എന്താണ്? അതുകൊണ്ട് നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും ഈ ഗോഹത്യ എന്നുള്ളത് നിഷിദ്ധമാണ്, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഹിന്ദുക്കളാരും ആ പ്രവൃത്തിക്ക് മുതിരില്ലാന്ന്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ പർപ്പട്ടില് പ്രഭുപാദ് പറയുന്നുണ്ട്
അതായത് നമ്മുടെ സനാതന ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളനുസരിച്ച് ഭഗവത്ഗീതയിലും ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൃഷി ഗോരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. അതായത് 4 വർണ്ണങ്ങളില് വൈശ്യന്മാരുടെ തൊഴിൽ എന്താണ്? കൃഷി, ഗോരക്ഷ അതായത് പശുക്കളെ സംരക്ഷിക്കുക, പിന്നെ വാണിജ്യം ബിസിനസ് ചെയ്യുക. ഇത് വൈശ്യന്മാരുടെ കർമ്മമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഓരോ വർണ്ണങ്ങളിലുള്ളവർക്കും ഓരോ കർമ്മത്തിന്റെ, അതായത് അവര് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഗോരക്ഷ അതായത് പശുക്കളെ എപ്പോഴും സംരക്ഷിക്കണം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അത് സ്വയം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ ചാന്തകാശി പറഞ്ഞ ഈ ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ, അതായത് പണ്ട് കാലത്ത് വലിയ വലിയ മുനിമാരൊക്കെ എന്താ പറയാ പശുക്കളെ കൊന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോ ആഹ് നമ്മുടെ പുരാണങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബലി കൊടുക്കുന്ന പ്രോസസ്സ് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ഏഹ്, ആ യജ്ഞത്തിന്റെ ഫലം അവർക്ക് കിട്ടിയോ അല്ലെങ്കിൽ ആ യജ്ഞം സമ്പൂർണമായോ അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയോ എന്ന് അറിയാനായിട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വയസ്സായ, അതായത് മരിക്കാറായ ഒരു പശുവിനെ അവര് ബലി കൊടുത്ത് അതിന് വീണ്ടും ജീവൻ കൊടുക്കും. അതായത് ആ ജീവൻ വെപ്പിച്ചിട്ട് ആ വയസ്സായ പശുവിനെ അവർ കൊല്ലുന്നത്, പക്ഷെ ജീവൻ നൽകുമ്പോൾ അതിന് വീണ്ടും അതിന്റെ യൗവനം തിരിച്ചു കിട്ടുകയാണ്. അത് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വീണ്ടും നല്ലൊരു പശുവായിട്ടാണ് അതിനെ ജീവിപ്പിക്കുന്നത്, ആ പശുവിനെ. അപ്പൊ ഇത് മുനിമാർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം യജ്ഞം സക്സസ്ഫുൾ ആയതാണ്, അതിന്റെ ഫലം അവർക്ക് കിട്ടിയതാണ്. ഇല്ല ഇനി ഇത് സക്സസ് ആയില്ലെങ്കിൽ യജ്ഞം ചെയ്തതിൽ എന്തോ ഒരു പിഴവ് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവര് അന്ന് അക്കാലത്ത് അവര് എന്താ പറയാ, ആ അന്നുണ്ടായിരുന്ന ആൾക്കാരെല്ലാം നമ്മളെക്കാളും ഒക്കെ ഉയർന്ന അവബോധമുള്ളവരായതുകൊണ്ട് തന്നെ അവര് വേദമന്ത്രങ്ങളെല്ലാം കൃത്യമായി പഠിക്കുകയും അത് കൃത്യമായി തന്നെ ഉരുവിടുകയും പിന്നെ അതുപോലെ യജ്ഞാനുഷ്ഠാനങ്ങളെല്ലാം അവര് കൃത്യമായി ചെയ്തുകൊണ്ട് അവിടെ യജ്ഞത്തിന്റെ എല്ലാം ഫലം കണ്ടിരുന്നു. അപ്പോ ഈ ബലി കൊടുക്കുന്ന പശുവിനെ അവര് വീണ്ടും ജീവൻ വെപ്പിച്ച് നല്ല ഓജസ്സും തേജസ്സും ഉള്ള ഒരു വീണ്ടും നല്ലൊരു പശുവാക്കിയിട്ട് അതിന് ജീവൻ നൽകുക ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അനുഷ്ഠിച്ചു പോരുന്ന ഈ ഗോഹത്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബലി കൊടുക്കുന്ന ചടങ്ങ്. പക്ഷെ ഇതിനെ ആൾക്കാർ തെറ്റായിട്ട് വിവരിക്കുകയാണ്. ഓ നിങ്ങൾ പണ്ടും നിങ്ങളും ചെയ്തിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്, ആടുകളെ ബലി കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇപ്പോ ശാസ്ത്രത്തില് ഇതിന്, അതായത് ഇപ്പൊ മാംസം കഴിക്കാനായിട്ട് ഭയങ്കര ത്വരയുള്ള ഒരാൾക്ക് ഭയങ്കര അലർജി ഉണ്ട്. അതായത് മാംസം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അതായത് അത് കൃഷ്ണപക്ഷത്തില് അമാവാസി ദിവസത്തില് ആഹ് ആ ഒരു ദിവസം ഇന്ന കറുത്ത നിറമുള്ള ആടില് എന്താ പറയാ ചെവിയുടെ അവിടെ ഒരു വെളുത്ത വെള്ള ആടിന് ചെവിയുടെ പുറകിൽ ചെറിയൊരു കറുത്ത നിറം, അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട്. അതിന്റെ ആടിന് ആ നിറമുള്ള ആടിന് അന്നേ ദിവസം ബലി കൊടുത്ത് കാളിക്ക് ബലി കൊടുത്ത് കഴിക്കാന്നുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന മാം സഹ എന്ന് പറഞ്ഞാൽ മാം ഞാൻ, സഹ നിന്നെ, അതായത് ഇപ്പോ ഈ ജന്മത്തില് ഞാൻ നിന്നെ തിന്നുന്നു, അടുത്ത ജന്മത്തില് നീ എന്നെ തിന്നും, തിന്നാം, നിനക്ക് തിന്നാമെന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇനി എന്താ പറയാ ഈ ആടുകളെ കൊല്ലുന്നത് ചോദിക്കുകയാണെങ്കിലും എന്താ പറയാ, അതും കൃത്യമായിട്ട് അതിന് എന്താ പറയാ ഇന്ന സമയങ്ങളിൽ അത് പ്രത്യേക തരം ഒരു ആടിനെ മാത്രമേ അവര് ചെയ്യാനായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ പിന്നീട് നമ്മുടെ എന്താ പറയാ കാലം പുരോഗമിക്കുന്നതോറും അതിനെല്ലാം തെറ്റായി വളച്ചൊടിക്കപ്പോഴാണ് ഉണ്ടായത്. ഇപ്പൊ എന്താ പറയാ നമ്മുടെ അടുത്ത് ഇപ്പൊ ഇക്കാലത്തൊക്കെ ചോദിച്ചാൽ എല്ലാവരും പറയും, ഓ നിങ്ങൾ പണ്ട് ഇതൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി അതിന്റെ സത്യാവസ്ഥ ആരും ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല സംസാരിക്കുന്നതെന്ന് മാത്രം. അപ്പൊ ഈ ഒരു പോയിന്റ് കൂടി കണക്കിലെടുത്താണ് ഭക്തിനാഥ് ഠാക്കൂർ ചാന്ദകാസിനെ ഇവിടെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം നല്ലൊരു ബുദ്ധിമാനെ പോലെ സംസാരിച്ചു. കാരണം എന്താ പറയാ ശാസ്ത്രങ്ങള് കോട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചതെന്നുള്ളത്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത ശ്ലോകം.
160. ജിയായിത്തെ പറയതി തബെ മാറെ പ്രാണി വേദ പുരാണേ അച്ചേ ഹേനാജ്ഞാവാണി. ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം: ജ്യയിത്തെ വീണ്ടും ജീവൻ നൽകാൻ, പാരയതി കഴിയുമെങ്കിൽ, തബേ അപ്പോൾ, മാരെ വധിക്കാൻ, പ്രാണി ഒരു ജീവി, വേദപുരാണേ വേദങ്ങളിലും പുരാണങ്ങളിലും, ആഛേ ഉണ്ട്, ഹേന അത്തരം, ആജ്ഞാവാണി അനുശാസനങ്ങൾ. വർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ഒരുവന് ഒരു ജീവിയെ പുനർജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവന് അതിനെ പരീക്ഷണപരമായ ഉദ്ദേശത്തോടെ വധിക്കാമെന്ന് വേദങ്ങളിലും പുരാണങ്ങളിലും അനുശാസനമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. ഓക്കെ, 161. അതൈവ ജരദ്ഗാവ മാരെ മുനിഗണ വേദ മന്ത്രേ സിദ്ധ കരേ താഹര ജീവന. ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം: അതേവ ഇതുകൊണ്ട്, ജരദ്ഗവ പ്രായം ചെന്ന പശുക്കൾ, മാരെ വധിക്കുക, മുനിഗണ മുനിമാർ, വേദമന്ത്രേ വേദമന്ത്രങ്ങളുടെ ശക്തിയാൽ, സിദ്ധ പുനർജീവിപ്പിക്കുക, കരെ ചെയ്യുന്നു, താഹാര അവന്റെ, ജീവന ജീവിതം. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. അതുകൊണ്ട് മഹാമുനിമാർ ചിലപ്പോൾ പ്രായാധിക്യമുള്ള പശുക്കളെ വധിക്കുകയും അവയെ വേദമന്ത്രങ്ങൾ ചൊല്ലി പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 162. ജരദ്ഗാവഹന യുവഹയാരവാര തത്തെ താർവത നഹി ഹയ ഉപകാര. വാക്കുകളുടെ അർത്ഥം: ജരദ്ഗവ പ്രായം ചെന്ന ശേഷിയറ്റ പശുക്കൾ, ഹന ആയിത്തീരുക, യുവ ചെറുപ്പം, ഹയ ആവുക, ആരവാര വീണ്ടും, തതേ ആ പ്രവൃത്തിയിൽ, താര അവന്റെ, വധ വധം, നഹേ ഇല്ല, ഹയ ഉണ്ട്, ഉപകാര പ്രയോജനം. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. പ്രായാധിക്യം മൂലം ശേഷിയറ്റ അത്തരം പശുക്കളെ വധിക്കുന്നതും പുനർജീവിപ്പിക്കുന്നതും ശരിക്കും വധമായിരുന്നില്ല, മറിച്ച് വലിയ പ്രയോജനകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 163. കലികാലെ തൈച്ചേ ശക്തി നാഹിക ബ്രഹ്മണേ അതൈവ ഗോവധ കേഹന കരേ ഖനേ. വാക്കുകളുടെ അർത്ഥം: കലികാലെ കലിയുഗത്തിൽ, തൈച്ചേ അത്തരം, ശക്തി ശക്തി, നാഹിക ഇല്ല, ബ്രാഹ്മണേ ബ്രാഹ്മണരിൽ, അതേവ അതുകൊണ്ട്, ഗോവധ പശുക്കളെ കൊല്ലുന്നത്, കേഹ ആരും, ന ഇല്ല, കരേ ചെയ്യുക, ഏഖനെ ഇപ്പോൾ. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. മുൻപ് വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് അത്തരം പരീക്ഷണങ്ങൾ നടത്താൻ ശക്തിയുള്ള ബ്രാഹ്മണരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കലിയുഗമായതിനാൽ ബ്രാഹ്മണർ അത്രയ്ക്ക് ശക്തിയുള്ളവരല്ല. അതുകൊണ്ട് പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി പശുക്കളെയും കാളകളെയും കൊല്ലുന്നത് നിരോധിതമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 164. അശ്വമേധം ഗവാലംഭം സന്യാസം ഫലപൈതൃകം ദേവരേണ സുതോത്പത്തിം കലൗ പഞ്ച വിവർജയേത്. ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം: അശ്വമേധം കുതിരയെ അർപ്പിക്കുന്ന യാഗം, ഗവ ആലംഭം പശുക്കളെ ബലിയർപ്പിക്കുന്ന യജ്ഞം, സന്യാസം പല പൈതൃകം പിതാമഹന്മാർക്ക് മാംസം അർപ്പിക്കുന്ന, ദേവരേണ ഭർത്തൃ സഹോദരനാൽ സുത ഉത്പത്തിയും പുത്രോത്പാദനം, കലൗ കലിയുഗത്തിൽ, പഞ്ച 5 വിവർജയേത് ഉപേക്ഷിക്കണം. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. കലിയുഗത്തിൽ 5 പ്രവർത്തികൾ നിരോധിച്ചിരിക്കുന്നു: അശ്വമേധം, ഗോമേധ യജ്ഞം, സന്യാസം സ്വീകരിക്കുന്നത്, പിതൃക്കൾക്ക് മാംസം തർപ്പണം ചെയ്യുന്നത്, സഹോദരന്റെ പത്നിയിൽ സന്തോഷോത്പാദനം നടത്തുന്നത്. ഭാവാർത്ഥം: ഇത് ബ്രഹ്മവൈവൃത പുരാണത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. കൃഷ്ണ ജന്മഖണ്ഡം 185, 180. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ മുൻപത്തെ ശ്ലോകത്തിലെല്ലാം നമ്മൾ കണ്ടു. അതായത് പണ്ട് ബ്രാഹ്മണര് അവർക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള ബ്രാഹ്മണന്മാരായതുകൊണ്ട് അവർക്ക് വയസ്സായ പശുവിനെ കൊന്ന് അവര് ബലി കൊടുത്തിട്ടായാലും, പക്ഷെ പിന്നീട് അവര് അതിന് നല്ല
ജീവൻ വെച്ച് അവർക്ക് നല്ല എന്താ പറയാ നല്ല ശക്തിയും പോഷകമുള്ള നല്ല പശുവിനെ ആണ് അവര് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അതൊരു നല്ലൊരു സത്പ്രവൃത്തിയായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാൽ കലികാലത്തില് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ബ്രാഹ്മണന്മാരില്ലാത്ത കൊണ്ട് യജ്ഞാനുഷ്ഠാനങ്ങൾക്കായിട്ടായാലും പശുക്കളെ കൊല്ലുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇനി കലികാലത്തില് നിരോധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് കവിരാജ ഗോസ്വാമി ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചൈതന്യ ചരിതാമത്തില് നിങ്ങൾ നോക്കിയാൽ കാണാം. അതായത് ഏകദേശം ഒരു 1000, 1500, 1400 ശ്ലോകങ്ങള് ആക്ച്വലി പല പുരാണങ്ങളിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും പല പുരാണങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നൊക്കെ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ചില ശ്ലോകങ്ങള് സംസ്കൃതത്തിൽ തന്നെ കവിരാജ ഗോസ്വാമിയും രചിച്ചിട്ടുണ്ട്. ഇപ്പോ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം അതിന് എന്താ പറയാ ഉദ്ധരണി കൂടി തന്നിട്ടാണ് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്. അത് ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല രചയിതാവ്, അതായത് ഒരു നല്ല സാഹിത്യ രചയിതാവിന്റെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. അത് ഇപ്പോ ഒരാള് ഒരു സാഹിത്യകാരൻ എന്തെങ്കിലും എഴുതുമ്പോ അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഉദ്ധരണി കൊടുക്കുമ്പോൾ അതിന് കുറേയും കൂടിയും അയാൾ എഴുതിയ കാര്യങ്ങൾക്ക് കുറേയും കൂടിയും എന്താ പറയാ വാലിഡിറ്റി ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ അത് എന്താ പറയാ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കൂടുതലും അക്സെപ്റ്റബിൾ ആയിരിക്കും. അത് സ്വീകാര്യത കൂടും അതിന്. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി സ്തുത്യർഹമായിരിക്കും അത്. ഇപ്പോ അത് നല്ലൊരു സാഹിത്യകാര രചയിതാവിന്റെ ലക്ഷണമാണെന്ന് ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നുണ്ട്, അങ്ങനെ എഴുതുന്നത്. അപ്പൊ കവിരാജ ഗോസ്വാമിയും ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി കവിരാജ ഗോസ്വാമിയുടെ കാര്യത്തില് സാഹിത്യ രചയിതാവ് മാത്രമല്ല, അദ്ദേഹം നല്ലൊരു ശുദ്ധ ഭക്തനും കൂടിയായിരുന്നു, മനസ്സിലാക്കണം. ഇനി ഇവിടെ നമ്മൾ പറയുന്ന 5 കാര്യങ്ങൾ, കലികാലത്തില് ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അശ്വമേധയാഗം ചെയ്യാൻ പാടില്ല. അശ്വമേധയാഗം നടത്താനുള്ള എന്താ പറയാ ദ്രവ്യങ്ങളോ അതിന് വേണ്ട സ്വർണവും ഇതൊന്നും ഇപ്പോ ആരുടെ കയ്യിലും ഇല്ല. അതിന് ഒരുപാട് സ്വർണവും ദ്രവ്യങ്ങളും വേണം. ഇനി യജ്ഞം ചെയ്യാനുള്ള ദ്രവ്യങ്ങളും നല്ല എന്താ പറയാ ശുദ്ധമായ ദ്രവ്യങ്ങളും അതും ലഭ്യമല്ല ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ഈ അശ്വമേധയാഗം ഒന്നും ചെയ്യാൻ എന്താ പറയാ അത് നിഷിദ്ധമാണ്. ഇനി അശ്വമേധയാഗം നടത്തണമെങ്കിൽ തന്നെ എന്താ പറയാ ധാർമ്മികമായിട്ട് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുണ്ടായിരിക്കണം. ഇപ്പോ കലികാലത്തില് എവിടെയും രാജഭരണം ഇല്ല. ഭരിക്കുന്നവരൊക്കെ അധർമ്മികളാണ്, അല്ലെങ്കിൽ അധർമ്മം മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ ന്യൂസ് പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം അല്ലെ. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം പറയുന്നത് പശുക്കളെ യജ്ഞാനുഷ്ഠാനങ്ങൾക്കായിട്ട് ബലി തർപ്പണം, അതും നിഷിദ്ധമാണ്. അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ നല്ല പവർഫുൾ ആയിട്ടുള്ള ബ്രാഹ്മണന്മാരില്ലാത്ത കൊണ്ട് അതും നിഷിദ്ധമാണ്. കാരണം അവർക്ക് വീണ്ടും തിരിച്ച് ജീവൻ കൊടുക്കാൻ കഴിയില്ല. ഇനി അക്സെപ്റ്റൻസ് ഓഫ് ഓർഡർ ഓഫ് അതായത് സന്യാസം സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോ നമുക്കൊന്നും അങ്ങ് സന്യാസം സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഇസ്കോളിൽ ഒരുപാട് സന്യാസിമാരുണ്ടല്ലോ, അപ്പൊ അവരൊക്കെ ഫേക്ക് സന്യാസിമാരാണോ എന്നൊരു ചോദ്യം വരാം. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ധാർമ്മികമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പ്രകാരം 4 വർണ്ണങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഉണ്ട്. ആശ്രമങ്ങൾ ഏതൊക്കെയാണ്? ഗൃഹസ്ഥം, വാനപ്രസ്ഥം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം അല്ലെ. ഇപ്പോ ഏത് വർണ്ണത്തിലായാലും എല്ലാവരും ഈ ഒരു പാറ്റേൺ, ഈ ഒരു 4 ആശ്രമങ്ങൾ അവര് ഫോളോ ചെയ്തിരുന്നു. അവര് എന്താ പറയാ അതിന് ഇപ്പൊ എന്താ പറയാ അയാള് വലിയൊരു ജ്ഞാനിയോ പണ്ഡിതനോ അങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്താ പറയാ എല്ലാ വർണ്ണങ്ങളിലും ഉള്ളവര് ഈ 4 ആശ്രമങ്ങളും ഫോളോ ചെയ്തിരുന്നു. അതില് ഈ സന്യാസം എന്നുള്ളത് അത് എന്താ പറയാ ക്ഷത്രിയരും ബ്രാഹ്മണരുമാണ് ആ ആശ്രമം സ്വീകരിച്ചിരുന്നത്. അല്ലാത്തവരെല്ലാവരും വാനപ്രസ്ഥം വരെ, അതായത് വൈശ്യനും ശൂദ്രനും വാനപ്രസ്ഥം വരെ അവരും സ്വീകരിച്ചിരുന്നു.
അപ്പോ അപ്പൊ ഇതൊരു സന്യാസം സ്വീകരിക്കുക എന്നുള്ളത് ഒരു എന്താ പറയാ ഒരു സാധാരണ ജീവിതത്തിലെ ഒരു ഘടകമാണ്. അതായത് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സന്യാസം സ്വീകരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കലികാല ഇപ്പോ എന്താ പറയാ ആരും എന്താ പറയാ ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ 4 വർണ്ണങ്ങൾ ആരും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ എന്താ പറയാ ശൂദ്രൻ വരെ എന്താ പറയാ ബ്രാഹ്മണന്റെ പ്രവൃത്തി ചെയ്യും, ബ്രാഹ്മണൻ ശൂദ്രന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ എന്താ പറയാ വർണ്ണങ്ങളും ഇതൊന്നുമില്ല. ഇപ്പൊ അർജുനൻ പറഞ്ഞ പോലെ വർണ്ണസങ്കരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വർണ്ണസങ്കരം സംഭവിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഇപ്പൊ ആരും പ്രോപ്പറായിട്ട് വർണ്ണം ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും പ്രോപ്പറായിട്ട് ഈ 4 ആശ്രമങ്ങളും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സന്യാസം ആരോടും എടുക്കരുതെന്ന് പറയുന്നത്. ഇനി നമ്മുടെ നമ്മുടെ ഗുരുപരമ്പരയും നോക്കുമ്പോൾ നമുക്ക് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി സന്യാസം സ്വീകരിക്കുന്നത് ഗുരുപരമ്പരയുടെ അതായത് ഡിസിപ്ലിൻ സക്സഷൻ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ സന്യാസം സ്വീകരിക്കുന്നത്. അപ്പോൾ അതിന് 4 ഒതന്റിക് സമ്പ്രദായങ്ങളുണ്ട്. അതായത് രുദ്ര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം, ബ്രഹ്മമാധവ സമ്പ്രദായം. ഈ 4 സമ്പ്രദായങ്ങളിൽ ഭഗവാനിൽ നിന്ന് തുടങ്ങുന്ന ഗുരുശിഷ്യ പരമ്പരയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ 4 സമ്പ്രദായങ്ങൾ മാത്രമേ ഒതന്റിക് ആയിട്ട് പറയുന്നുള്ളൂ. അതായത് ശാസ്ത്രങ്ങളില് ഒരു ഗുരുവിന്റെ ഒരാള് ഗുരു ആവാനുള്ള ഏറ്റവും വലിയ അതായത് ഏറ്റവും അയാൾക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് അയാള് വൈഷ്ണവനായിരിക്കണം എന്നാ പറയുന്നത്. ഓക്കെ, ഇനി വൈഷ്ണവനാവും വേണം എന്താ പറയാ അയാൾക്കും ഒരു ഗുരു ഉണ്ടായിരിക്കണം, അയാളും ഒരു ഗുരു പരമ്പര വഴി ഫോളോ ചെയ്തു വന്ന ഒരാളായിരിക്കണം. അത് ഇങ്ങനെ ഈ 4 സമ്പ്രദായങ്ങളിലൂടെ വന്ന് അയാൾ മാത്രമേ അങ്ങനെയുള്ള ഒരാളായാൽ മാത്രമേ അയാൾക്ക് ഒരു ആധ്യാത്മിക ഗുരു ആവാനുള്ള യോഗ്യതയുള്ളൂ എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മള് ബ്രഹ്മമാധവ സമ്പ്രദായം ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട് എന്താ പറയാ ഭഗവാനിൽ നിന്ന് വരുന്ന ആ ഗുരുശിഷ്യ പരമ്പര നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് സന്യാസം എടുക്കാൻ നമുക്ക് യോഗ്യത ഉണ്ടായത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ എന്താ പറയാ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നെല്ലാം നമുക്ക് എന്താ പറയാ സന്യാസിമാരെ കാണാൻ കഴിയുന്നത്. കാരണം നമ്മള് ആ വർണ്ണാശ്രമ ധർമ്മം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മുടെ ശാസ്ത്രങ്ങളും ഇതെല്ലാം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. പ്രഭുപാദ് പറയുന്നുണ്ട് എല്ലാവരും ബ്രാഹ്മണിക്കൽ കൾച്ചറിലേക്ക് ആ ലെവലിലേക്ക് എല്ലാവരും ഉയരണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് പ്രഭുപാദ് ഈ എന്താ പറയാ ശാസ്ത്രങ്ങളും ഇതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ ലളിതമാക്കി നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നത്. അപ്പൊ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുകയും പിന്നെ നമ്മുടെ ഡെയിലി നമ്മൾ ആരതി ചെയ്യും, രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ നാമം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് ആക്ച്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചറാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ലെവലിലേക്കാണ് ഈ പ്രോസസ്സിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ആയാലും നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എന്താ പറയാ ഗുരുശിഷ്യ പരമ്പര വഴി വരുന്നതുകൊണ്ട് നമുക്ക് സന്യാസം എന്നുള്ളത് നമുക്ക് നിഷിദ്ധമല്ല. ഓക്കെ, ഹരേ കൃഷ്ണ. പിന്നെ അടുത്തത് പറയുന്നത് അതായത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് മാംസം അർപ്പിക്കുക. അതായത് പിതൃതർപ്പണമൊക്കെ ചെയ്യുമ്പോൾ പിതൃക്കൾക്കുള്ള പൂജ ചെയ്യുമ്പോൾ നമ്മള് മാംസം കൊടുക്കും അല്ലെ. അത് ആക്ച്വലി അത് നിഷിദ്ധമാണ്, നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പിതൃക്കൾക്ക് അത് കൂടുതൽ ദോഷം ഉണ്ടാവുകയുള്ളൂ. ആക്ച്വലി നമ്മൾ വിചാരിക്കുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിതൃക്കൾക്ക് ഭയങ്കര സന്തോഷമാവുന്നു. പക്ഷെ ആക്ച്വലി അത് അവരെ അവിടെ കൂടുതൽ കഷ്ടത്തിലാക്കുക ചെയ്യുന്നത്. ആക്ച്വലി പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്താ പറയാ ഭഗവത്ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക, പിന്നെ വൈഷ്ണവർക്ക് പ്രസാദ സേവ ചെയ്യുക, പിന്നെ ഭഗവാനുള്ള ഭക്തി സേവനങ്ങൾ ചെയ്യുക, ഭഗവാന്റെ അമ്പലങ്ങളിൽ നമ്മൾ സംഭാവന ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൂജകളോ അല്ലെങ്കിൽ സേവനങ്ങളോ ചെയ്താൽ പിതൃക്കൾക്ക് ഭയങ്കര ഗുണമായിരിക്കും അത്. പക്ഷെ എന്നാൽ ആരും അത് മനസ്സിലാക്കാതെ എന്താ പറയാ ഇങ്ങനെ ഓരോ പ്രവൃത്തികളെല്ലാം ചെയ്ത് അവരെ കൂടുതൽ കഷ്ടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് അതായത് സഹോദരന്റെ പത്നിയില് കുട്ടികളെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ പണ്ട് കാലത്ത് അതായത് അവരുടെ
ഇപ്പൊ എന്താ പറയാ, കുടുംബ പരമ്പര, അതായത് ആ പരമ്പര നിലനിർത്തി പോരാനായിട്ട് അവര് ഇപ്പൊ സഹോദരൻ മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ സഹോദരന്റെ ഭാര്യയില് ജ്യേഷ്ഠന് കുട്ടികളെ ഉണ്ടാക്കും. പക്ഷെ അത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രമായിരിക്കും അവര് കുട്ടികളെ ഉണ്ടാക്കുന്നത്. കാരണം അന്നുള്ളവരെല്ലാം അത് ധാർമ്മികമായിട്ട് അവര് കുറെ കൂടി എന്താ പറയാ അവബോധം ഉള്ളവരായതുകൊണ്ട് അവർക്കത് അനുവദനീയമായിരുന്നു. പക്ഷെ ഇക്കാലത്ത് അത് നമ്മൾ അത്രയ്ക്കും എന്താ പറയാ മന്ദാസുമന്ദമതയും മന്ദഭാഗ്യാഹ്യുപദ്രുത, നമ്മള് ബുദ്ധി കുറഞ്ഞവരായതുകൊണ്ട് നമുക്കത് നിഷിദ്ധമാണ് അതും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിനാഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ബന്ധുക്കൂടി വൈഷ്ണവ കീ ജയ. ജയ. चैतन्य चरितामृत की जय, कृष्णदास जय। महाराज गोस्वामी की जय, श्रील जय। प्रभुपाद की जय, जय। ओ प्रेमानंद हरि हरि बोल। ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. പ്രണാമം. പ്രണാമം പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. हरे कृष्ण. हरे कृष्णा प्रभु जी, प्रणाम। हरे कृष्ण. Thank you so much प्रभु. हरे कृष्णा. हरे कृष्ण जी. Yes. कौन से तो प्रभु. Yes, mother जी. Okay. Thank you प्रभु. Thank you. हरे कृष्णा.